ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ തയ്യാറാക്കിയിരുന്നു. വാൾക്കാൻ ചാറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചേഴ്സുകൾ ഉൾപ്പെടെയുള്ള ഒരു വാട്സപ്പിൻ്റെ ചെറിയ ടിപ്സുകളെ കുറിച്ച്, കുറച്ച് ഫീച്ചേഴ്സുകൾ എനേബിൾ ആക്കുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ വാൾക്കാൻ ചാറ്റ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ചിലർക്ക് കിട്ടുന്നില്ല, ചിലർക്ക് എനേബിൾ ആവുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേർ എനിക്ക് കമൻറ്റ് അയച്ചിരുന്നു. അതുപോലെ തന്നെ വാട്സപ്പിലും ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അത് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാൾക്കാൻ ചാറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചേഴ്സ് നമ്മുടെ വാട്സപ്പിൽ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെർമിഷനുകൾ അലോ ചെയ്ത് കൊടുക്കാനായിട്ട് വരും. ഞാൻ ഒരുപാട് ഫീച്ചേഴ്സുകൾ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് വാൾക്കാൻ ചാറ്റ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് എങ്ങനെ എനേബിൾ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ സെറ്റിംഗ്സിൽ പോയി ഏതൊക്കെ പെർമിഷനുകളാണ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ അതിൽ പറഞ്ഞിരുന്നില്ല. കാരണം വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് തന്നെ ഞാനത് പറഞ്ഞിരുന്നില്ല. അപ്പോൾ ആ ഒരു പെർമിഷൻ കൊടുക്കാത്ത കാരണം പലർക്കും ആ ഒരു ഫീച്ചർ അല്ലെങ്കിൽ വാൾക്കാൻ ചാറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ എനേബിൾ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എനേബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, വാൾക്കാൻ ചാറ്റ് എന്ന് പറയുന്ന ഫീച്ചർ നിങ്ങളുടെ വാട്സപ്പിൽ എനേബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള പെർമിഷനുകളെല്ലാം കൊടുത്ത് തന്നെ നിങ്ങൾക്ക് വാൾക്കാൻ ചാറ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ നിങ്ങളുടെ വാട്സപ്പിൽ എനേബിൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. ഇന്നലെ പറഞ്ഞ വീഡിയോസിൻ്റെ വാൾക്കാൻ ചാറ്റ് എന്ന് പറയുന്ന ആ ഫീച്ചേഴ്സുകൾ മാത്രം എടുത്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. വാൾക്കാൻ ചാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഓപ്പൺ ആവുകയും, അതായത് വർക്ക് ആവുകയും, നമ്മുടെ മൊബൈലിൻ്റെ ഫ്രണ്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതും ഒക്കെ നമുക്ക് വാട്സപ്പ് ചാറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണത്. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, നമ്മൾ ആർക്കെങ്കിലും വാട്സപ്പ് വഴി ചാറ്റ് ചെയ്ത് മുഴുകിയിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തൂടെ ആരെങ്കിലും വരികയാണെങ്കിലോ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ വാട്സപ്പ് നോക്കാൻ വേണ്ടി വരികയോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഏതെങ്കിലും കാരണവശാൽ നടന്നുകൊണ്ട് തന്നെ ഫോൺ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിലോ, ഇതെല്ലാം നമുക്ക് കൃത്യമാക്കി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിൽ വാട്സപ്പിൽ അതിൻ്റെ ഒരു സ്ക്രീനിൽ കാണുന്ന രീതിയാണ് വാൾക്കാൻ ചാറ്റ് എന്ന് പറയുന്ന ഫീച്ചർ. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ വാട്സപ്പിൽ എനേബിൾ ചെയ്യുക എന്ന് നോക്കാം. അതിനായി ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ ലിങ്കും മറ്റു കാര്യങ്ങളുമൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെറ്റിംഗ്സുകളും അത് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നമുക്ക് ഇനി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അതിലേക്ക് പോകാം. വാട്സപ്പ് 5 എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ലിങ്ക് മറ്റു കാര്യങ്ങളുമൊക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് 5 എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കും വാൾക്കാൻ ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ജസ്റ്റ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെർമിഷൻ ആയിരിക്കും ആദ്യം ചോദിക്കുക. പെർമിറ്റ് ഡ്രോയിങ് ഓവർ അതർ ആപ്സ് എന്ന് പറയുന്ന ഒരു പെർമിഷൻ ആയിരിക്കും ചോദിക്കുക. ജസ്റ്റ് അത് നിങ്ങൾ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ആ വാൾക്കാൻ ചാറ്റ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പെർമിഷൻ കൂടി അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ അത് അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അത് അക്സസിബിലിറ്റി പോയിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ അക്സസിബിലിറ്റീസ് പോയിട്ട് വാട്സപ്പ് 5 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതും നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് പെർമിഷനുകളും നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് വാൾക്കാൻ ചാറ്റ് എന്ന് പറയുന്ന എനേബിൾ ചെയ്യാനുള്ള ഒരു സ്വിച്ച് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പച്ച നിറത്തിൽ എനേബിൾ ആകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് ഹൈ, മീഡിയം, ലോ എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഹൈ ലെവലിൽ തന്നെ നിങ്ങളുടെ അതിൽ വരുന്ന കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മൊബൈലിൻ്റെ ഫ്രണ്ടിൽ വരുന്ന കാണണമെന്നുണ്ടെങ്കിൽ ഹൈ ആക്കാം, മീഡിയം ആക്കാം, ലോ ആക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഹൈ തന്നെ കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത്, നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ബാക്കിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നിങ്ങളുടെ ബാക്കിലെ ക്യാമറ ഓപ്പൺ ആവുകയും അത് നിങ്ങളെ എന്തൊക്കെയാണ് നിങ്ങളുടെ മൊബൈലിൻ്റെ ബാക്കിൽ നടക്കുന്നത് എല്ലാം കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണാം.